തെനാലിരാമൻ കഥകൾ ബ്രഹ്മരക്ഷസ്. നിരപരാധിയായിരുന്ന തെനാലിരാമനെ വധിച്ചതോടെ കൃഷ്ണദേവരായരുടെ ഊണും ഉറക്കവും മനസ്വസ്ഥതയും പാടെ നശിച്ചു. നിഗ്രഹം പാപമാണെങ്കിൽ ബ്രാഹ്മണ നിഗ്രഹം പടുപാതകമാണ്. 7 ജന്മങ്ങളിൽ പോലും ആ ദുഷ്കർമ്മഫലം ആത്മാവിനെ വിട്ടകലുകയില്ല. വേട്ടയാടപ്പെട്ടിരുന്ന ദുഷ്ചിന്തകളുമായി മഹാരാജാവ് പരിതപിക്കുകയായിരുന്നു. താതാചാരിയുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു. തെനാലിരാമൻ്റെ വൈരാഗ്യം മുഴുവനും തന്നോടായിരുന്നു. വാസ്തവത്തിൽ താൻ രാമനെ വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ട്. ആ പകയെല്ലാം അവൻ്റെ ആത്മാവ് തന്നോട് തീർക്കാതിരിക്കുകയില്ല. അന്തഃപുരത്തിലെ റാണിമാരുടെ സ്ഥിതി അതിലും ഗുരുതരമായിരുന്നു. സദാ നേരവും രാമൻ്റെ ശബ്ദവും നോട്ടവും അവരെ പേടിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. തങ്ങളുടെ പിന്നാലെ മറ്റാരുടെയോ കാൽപ്പെരുമാറ്റം കേൾക്കുന്നത് പോലെയും കഴുത്തിനു നേരെ കരങ്ങൾ നീണ്ടുവരുന്നതായും അവർക്ക് തോന്നി. രാത്രികാലങ്ങളിൽ ബ്രഹ്മരക്ഷസിനെ പേടിച്ച് ജനങ്ങൾ വീട് വിട്ട് പുറത്തിറങ്ങാതെയായി. 4 ആൾ കൂടുന്ന സകലമാന സ്ഥലങ്ങളിലും തെനാലിരാമൻ്റെ പ്രേതത്തെക്കുറിച്ചുള്ള വാർത്തയായിരുന്നു പ്രധാന ചർച്ചാവിഷയം. അരമന ജ്യോത്സ്യന്മാരുടെ പ്രശ്നവിധി പ്രകാരം തെനാലിരാമൻ്റെ പ്രേതത്തെ ആവാഹിച്ച് 101 ബ്രാഹ്മണ പുരോഹിതന്മാരുടെ കാർമ്മികത്വത്തിൽ 10 നാഴിക അകലെയുള്ള അരയാൽ വൃക്ഷത്തിൽ കുടിയിരുത്തണമെന്ന് തീരുമാനമായി. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. അമാവാസി നാളിൽ അർദ്ധരാത്രി വേളയിൽ രാജപുരോഹിതൻ ഉൾപ്പെടെ 101 ബ്രാഹ്മണ പുരോഹിതന്മാർ അരയാൽ വൃക്ഷച്ചുവട്ടിലേക്ക് പുറപ്പെടുവാൻ തയ്യാറായി. അരമനയിൽ തകൃതിയായി നടന്നുകൊണ്ടിരുന്ന ആലോചനകളും തൻ്റെ പ്രേതത്തെ അരയാലിൽ തറയ്ക്കുന്നതിന് രാജപുരോഹിതൻ ഉൾപ്പെടെ 101 പേർ അർദ്ധരാത്രിയിൽ പുറപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന കാര്യവും അപ്പോൾ തെനാലിരാമനും അറിയുന്നുണ്ടായിരുന്നു. ജീവനോട് ഇരിക്കുന്ന തൻ്റെ പ്രേതത്തെ പിടികൂടി അരയാലിൽ തറയ്ക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന വിഡ്ഢികളായ പുരോഹിതന്മാരുടെ ബുദ്ധിഹീനതയെക്കുറിച്ച് ഓർത്ത് തെനാലിരാമൻ ചിരിച്ചു. അന്ന് സന്ധ്യാസമയത്ത് ചില പ്രത്യേകതരം സാധനങ്ങളും സംഭരിച്ചുകൊണ്ട് തെനാലിരാമൻ വേഗത്തിൽ നടന്നു. അമാവാസി ദിവസം രാവിലെ കൂരിരുട്ട് വീണ് ഭൂമിദേവിയുടെ മുഖം കറുത്തിരുന്നു. അരയാൽ വൃക്ഷച്ചുവട്ടിൽ സന്നിഹിതരായിരുന്ന പുരോഹിതന്മാർ അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന തെനാലിരാമൻ്റെ ദുരാത്മാവിനെ ആവാഹിച്ച് വൃക്ഷത്തിൽ കുടിയിരുത്തുന്നതിനായി അഥർവ മന്ത്രങ്ങൾ ഉരുവിട്ട് അശ്രാന്ത പരിശ്രമം നടത്തുകയായിരുന്നു. എപ്പോൾ വേണമെങ്കിലും രാമൻ്റെ ദുരാത്മാവ് തങ്ങളെ പിടികൂടിയേക്കാമെന്ന ഉൾഭയം കൊണ്ട് ആ പുരോഹിതന്മാരുടെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അരയാൽ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ ഉലയുന്നതായി അവർക്ക് തോന്നി. ഇലകളുടെ മർമ്മര ശബ്ദം അവരുടെ അന്തരാത്മാവിൽ ഭയപ്പാടിൻ്റെ വാൾമുനകൾ കുത്തിയിറക്കി. പേടിച്ചരണ്ടുപോയ പുരോഹിതന്മാർ ജീവനും കൊണ്ട് പല ഭാഗങ്ങളിലേക്ക് പാഞ്ഞു. സാവകാശത്തിൽ അരയാൽ വൃക്ഷത്തിൽ നിന്നിറങ്ങി വന്ന തെനാലിരാമൻ പേടിച്ചു മടങ്ങുന്ന ഭീരുക്കളായ പുരോഹിതന്മാരെ നോക്കി പരിഹാസഭാവത്തിൽ ചിരിച്ചുകൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോയി. നേരം നല്ലതുപോലെ പുലരുന്നതുവരെ പുരോഹിതന്മാരുടെ നടുക്കം തീർന്നിരുന്നില്ല. പിന്നീട് അരമനയിലെത്തി മഹാരാജാവിനെ മുഖം കാണിച്ച അവർ സകല വിവരങ്ങളും ഉൾഭയത്തോടെ തിരുവുള്ളമുണർത്തിച്ചു. രാജാവിന് ആദിയായി. പലരുമായും ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. തെനാലിരാമൻ്റെ പ്രേതാത്മാവിനെ പിടികൂടി പ്രതിഷ്ഠിക്കുന്നയാൾക്ക് 1000 സ്വർണ്ണ നാണയം ഇനാമായി നൽകുന്നതാണ്. രാജകിങ്കരന്മാർ ഈ വാർത്ത പെരുമ്പറയടിച്ച് നാട് മുഴുവനും വിളംബരം ചെയ്തു. വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്ന തെനാലിരാമൻ ആ പ്രഖ്യാപനം കേൾക്കുന്നുണ്ടായിരുന്നു. തൻ്റെ പ്രയോഗം ശരിക്കും ഫലിച്ചിരിക്കുന്നു. അന്ധവിശ്വാസികളെ നേരെയാക്കുവാൻ അത്ര പെട്ടെന്നൊന്നും സാധിക്കുകയില്ലെന്ന് തോന്നുന്നു. അയാൾ ഓർത്ത് ചിരിച്ചു. തൻ്റെ പ്രേതത്തെ പിടികൂടുന്നതിന് മഹാരാജാവ് പ്രഖ്യാപിച്ചിട്ടുള്ള 1000 പൊന്നാണയങ്ങളും കൈവിട്ടു പോയിക്കൂടാ. അതെപ്രകാരമാണ്
സാധിച്ചെടുക്കേണ്ടതെന്നുള്ള ചിന്തയായിരുന്നു തെന്നാലിരാമന്റെ മനസ്സിൽ.